ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB ഗൈഡ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലണ്ട് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫോറിൻ കോർപ്പറേഷൻ ബാക്കി ഫുള്ള് കൺട്രീസ് ഒറ്റ വീഡിയോയിലങ്ങ് ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം നമുക്ക് എക്സാംസൊക്കെ അടുത്താവാറായി. നമ്മളിനി പോർഷൻസിന് കുറച്ച് പോയിട്ടുണ്ട് കാര്യമില്ല. അപ്പം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഫോറിൻ കോർപ്പറേഷൻ അങ്ങ് ചെയ്യുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് മൊത്തം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ജർമ്മനിയാണ്. അതുപോലെ ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും അതുപോലെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകളുടെയും ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. സിറ്റാഡൽ ഓഫ് കോർപ്പറേഷൻ്റെ സിറ്റാഡലിന് കോട്ടയം എന്നറിയപ്പെടുന്ന ഏതാണ്? ജർമ്മനിയാണ്. അതുപോലെ മദീനയെന്നും ജർമ്മനി അറിയപ്പെടുന്നു. ഇൻ 1862 റൈഫിസൺ സ്റ്റാറ്റസ് സൊസൈറ്റീസ് ഇൻ ജർമ്മനിയിൽ റൈഫിസനാണ് 1862 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് ലോ വരുന്നത് 67ലാണ്. കോപ്പറേറ്റീവ് ലോ പാസ്ഡ് ഇൻ ജർമ്മനി ഇൻ ദ ഇയർ 1867. അതിനുശേഷം 68ലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടാകുന്നത്. പക്ഷേ അതിന് മുന്നേ 62-ൽ റൈഫിസൺ എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് സിലേഷ്യൻ ലാൻഡ്ഷാഫ്റ്റ് 1769ലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പ്രഷ്യയിലാണ്. ഒന്നുകൂടെ നോക്കുക, എന്താ നമുക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകൾ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ജർമ്മനിയാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആകുമ്പം ലണ്ടനിലാണ്. ഇനി നമുക്ക് ജർമ്മനിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന ആരാണ്? എല്ലാവർക്കും അറിയാം, റൈഫിസനാണ്. ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനിയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ലീഡറാണ് ആര്? FW റൈഫിസൺ. എല്ലാവർക്കും അറിയാം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ലീഡറാണ് ആര്? റൈഫിസൺ. അതിനു മുന്നേ ജർമ്മനിയിലൊരു മേയറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇനി പുവർ പീപ്പിൾ കമ്മിറ്റി വാസ് ഓർഗനൈസ്ഡ് ബൈ റൈഫിസൺ. പുവർ പീപ്പിൾ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസ് ചെയ്തത് ആരാണ്? റൈഫിസൺ. അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ആസ് എ മേയർ ഓഫ് ഹെഡേഴ്സ്ഡോർഫ് ഹി സ്റ്റാർട്ടഡ് ഹെഡേഴ്സ്ഡോർഫ് ബെനിഫിഷ്യൻറ്റ് സൊസൈറ്റി. അദ്ദേഹം ബെനിഫിഷ്യൻറ്റ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഹെഡേഴ്സ് ഓഫ് ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറയുന്നത് അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പം ഇത് നമുക്കൊരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചൊരു പോയിൻ്റാണ്. ഹെഡേഴ്സ് ഓഫ് ക്രെഡിറ്റ് യൂണിയൻസ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നുള്ള ചോദ്യം. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ള പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്തത് റൈഫിസനാണ്. ഇനി ഫേമസ് ആയിട്ടൊരു പ്രിൻസിപ്പിളാണ്, എല്ലാവർക്കും അറിയാം, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പ്രിൻസിപ്പിൾ തെറ്റിച്ചൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫോം ചെയ്തത് റൈഫിസനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സൊസൈറ്റി 1862-ൽ ആൻഹാസലിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനെ വിളിക്കുന്നതാണ് വില്ലേജ് സൊസൈറ്റി എന്നാണ് വില്ലേജ് സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ റൂറൽ ക്രെഡിറ്റിൻ്റെ പോയിനർ എന്നും അതുപോലെ കോർപ്പറേഷൻ്റെ അപ്പോസ്റ്റൽ എന്നറിയപ്പെടുന്നു. അതുപോലെ റൈഫിസൺ വാസ് ദ ലീഡർ ഓഫ് കോപ്പറേറ്റീവ് ഇൻ ജർമ്മനി. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഷൂൾസിനെ കുറിച്ചാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ റൈഫിസണും സെക്കൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞത് ഷൂൾസാണ്. ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ജർമ്മനിയിൽ സ്ഥാപിച്ചത്. In 1849, he started a friendly society for relief sickness. In the same year, he started the first friendly societies of shoemakers. ഷൂമേക്കേഴ്സിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്ലി സൊസൈറ്റീസും 1849 തന്നെ ഷൂൾസ് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. പോപ്പുലർ ബാങ്ക് ഇൻ ജർമ്മനി സ്റ്റാർട്ടഡ് ബൈ ഷൂൾസ്. ജർമ്മനിയിൽ പോപ്പുലർ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് ഷൂൾസാണ്. അപ്പോൾ ഈ പോപ്പുലർ ബാങ്കിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ലുസാറ്റി ഇറ്റലിയിൽ പീപ്പിൾസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇറ്റലിയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇറ്റലിയുടെ കോൺട്രിബ്യൂഷനാണ് ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഇനി ലേബർ സൊസൈറ്റീസ് ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തത് മസിനിയാണ്. വേൾഡ്സ് ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റലി. ബാങ്ക് ഓഫ് വെനീസ് നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ആദ്യത്തെ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇറ്റലിയിലാണ്. അതിൻ്റെ പേരെന്താണ്? ബാങ്ക് ഓഫ് വെനീസ് എന്നാണ്. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ലുസാറ്റി, അതുപോലെ ലിയോൺ വോളൻബർഗ്, മസിനി. ഇനി ലുസാറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൈ പ്രൊഫഷൻ ലുസാറ്റി ഈസ് എ പ്രൊഫസർ. അദ്ദേഹം പ്രൊഫഷൻ ബേസിലൊരു പ്രൊഫസറായിരുന്നു.
ലുസാറ്റി ഫോളോഡ് ദ ലൈൻസ് ഓഫ് ഷൂൾസ് ബാങ്ക് ഓഫ് ജർമ്മനി. ലുസാറ്റി ഫോളോ ചെയ്തിരുന്നത് ഷൂൾസ് ബാങ്ക് ഓഫ് ജർമ്മനിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു പാറ്റേൺ ബേസ് ചെയ്താണ് ലുസാറ്റി എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പീപ്പിൾസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ലുസാറ്റി എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ 1866 അറ്റ് മിലൻ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് 1866 ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ക്രെഡിറ്റ് യൂണിയൻ, അദ്ദേഹം സ്ഥാപിച്ചാണ് എന്ത്, ഇന്ത്യൻ ക്രെഡിറ്റ് യൂണിയൻ. അതുപോലെ ഫ്രണ്ട്ലി സൊസൈറ്റീസും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. പീപ്പിൾ ബാങ്ക്സ് ഈസ് ആൾസോ നോൺ ആസ് ബാങ്ക പോപ്പുലറി, അതായത് പീപ്പിൾസ് ബാങ്ക് എന്നിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബാങ്ക പോപ്പുലറി. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. പീപ്പിൾസ് ബാങ്ക് ഈസ് ആൾസോ നോൺ ആസ് ബാങ്ക പോപ്പുലറി. ദ പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് ലുസാറ്റി ഈസ് ടു ഹെൽപ്പ് മിഡിൽ ക്ലാസ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, മിഡിൽ ക്ലാസ് പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലുസാറ്റിയുടെ ലക്ഷ്യം. അടുത്ത ഇറ്റലിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വോളൻബർഗ്. വോളൻബർഗ് വാസ് ദ ഒറിജിനേറ്റർ ഓഫ് റൂറൽ ബാങ്ക് ഇൻ ഇറ്റലി. അപ്പോൾ പീപ്പിൾസ് ബാങ്ക് ലുസാറ്റിയും അതുപോലെ റൂറൽ ബാങ്ക് ഇറ്റലിയിൽ സ്ഥാപിച്ചത് വോളൻബർഗാണ്. വോളൻബർഗ് വാസ് ഫോളോഡ് ദ മോഡൽ ഓഫ് റൈഫിസൺ സൊസൈറ്റീസ് ഇൻ ജർമ്മനി. അപ്പോൾ ലുസാറ്റി ഫോളോ ചെയ്തിരുന്നത് ഷൂൾസിനെ ആണെങ്കിൽ വോളൻബർഗ് ഇറ്റലിയിൽ ഫോളോ ചെയ്തത് ഏതാണ്, ജർമ്മനിയിലെ റൈഫിസണിൻ്റെ സൊസൈറ്റീസിനെയാണ്. റൂറൽ ബാങ്ക്സ് ആർ ആൾസോ നോൺ ആസ് കസെ റൂറലി. അപ്പം പീപ്പിൾസ് ബാങ്ക് ആൾസോ നോൺ ആസ് ബാങ്ക പോപ്പുലറി എന്ന് പറഞ്ഞ പോലെ തന്നെ റൂറൽ ബാങ്ക്സ് ആർ ആൾസോ നോൺ ആസ് കസെ റൂറലി. നെക്സ്റ്റ്, ഫസ്റ്റ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് സെറ്റപ്പ് ബൈ ലിയോൺ വോളൻബർഗ് ഇൻ ലൊറീജിയ ഇൻ 1883. നെക്സ്റ്റ് നമുക്ക് ഡെൻമാർക്ക് നോക്കാം. ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചർ കോർപ്പറേഷൻ. അഗ്രികൾച്ചർ കോർപ്പറേഷൻ്റെ ഹോം ലാൻഡ് എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ ഡയറി ഫാം എന്നാണ് ഡെൻമാർക്കിനെ അറിയപ്പെടുന്നത്. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നൊരു പോയിന്റ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഏത് കൺട്രി ആണെന്ന്. ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ ഇൻ ഡെൻമാർക്ക് ഈസ് തിസ്റ്റഡ് വർക്കേഴ്സ് സ്റ്റോർ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1866. ഫസ്റ്റ് ഡാനിഷ് ഡയറി സൊസൈറ്റി സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1882 അറ്റ് ഹെഡ്ജിങ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാക്കൺ ഇൻഡസ്ട്രി ഇൻ ഡെൻമാർക്ക് 1887. അതുപോലെ ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ LC നെൽസൺ. സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് LC നെൽസൺ ആണ് 1878. DAAG സെൻട്രൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക്. ടാഗ് നമുക്ക് ചുരുക്കി ഒരു ഇതിനും പറയാം. എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ ആണ്, സ്റ്റാർട്ടഡ് ഇൻ 1895. ഇനി FDB എന്ന് പറഞ്ഞാൽ ഡാനിഷ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്, സ്റ്റാർട്ടഡ് ഇൻ 1896. 1895 ഡാഗും FDB ഡാനിഷ് ഹോൾസെയിൽ സൊസൈറ്റി 1896. ബേസ്ഡ് ഓൺ റൊക്കഡെയിൽ മോഡലാണ് ഇത് FDB സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് PSCയിൽ സ്ഥിരം കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ലർബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് നെയിം ഓഫ് ഡയറി പ്രോഡക്ട്സ് ഇൻ ഡെൻമാർക്ക്. ഡയറി സൊസൈറ്റീസ് ഡെൻമാർക്കിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ആണ്. ഇനി ഡെൻമാർക്കിലെ കാറ്റിൽ സൊസൈറ്റീസ് അല്ലെങ്കിൽ ബ്രീഡിംഗ് സൊസൈറ്റീസിനെ അറിയപ്പെടുന്നത് ബുൾ ക്ലബ് എന്നാണ്. അതുപോലെ ഡെൻമാർക്കിലെ ഇൻഷുറൻസ് സൊസൈറ്റീസ് അറിയപ്പെടുന്നത് അൽക്ക എന്നാണ്, ALKA. ഡെൻമാർക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് HC സോൺ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ HC സോൺ. പ്രൊവിഷൻസ് പാഴ്സൺ എന്നാണ് HC സോണിനെ അറിയപ്പെടുന്നത്. തിസ്റ്റഡ് വർക്കർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തതും ഇദ്ദേഹമാണ്. നെക്സ്റ്റ് സ്വീഡൻ ആണ്. സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിലാണ് സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ സ്വീഡനിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഫോർബിഡൻ്റ് ആണ്, KF. അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ വർഷം ഏതാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള. സ്റ്റാർട്ട് ചെയ്ത വർഷം 1899. അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് കോപ്പറേറ്റീവ് ഫോർബിഡൻ്റ് അല്ലെങ്കിൽ KF എന്ന് പറയുന്നത് സ്വീഡനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് സ്വീഡനിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം. നെക്സ്റ്റ് നമുക്ക് ഫ്രാൻസ് ആണ് നോക്കണം. ഫ്രാൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ലാൻഡ് വാസ് ദ മെയിൻ മോട്ടോ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ലാൻഡ് ആണ്. ഫ്രാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫാമിലി സ്റ്റെയർ ഇൻ ഫ്രാൻസ് സ്റ്റാർട്ടഡ് ബൈ ആൻഡ്രേ ഗോഡ്വിൻ. ഈ ഫാമിലി സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഏത് വർഷമാണ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മിക്കവാറും ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വരാറ്. അപ്പോൾ ഫാമിലി സ്റ്റെയർ ഇൻ ഫ്രാൻസ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ്രേ ഗോഡ്വിൻ ആണ്. ഇനി ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഫ്രഞ്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നതാണ്
ചാൾസ് ഫോറിയർ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് റൈറ്റിംഗ് ആണിത് ദ ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ്. ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ് 1829 അദ്ദേഹം എഴുതിയത്. നമുക്ക് PSCയിൽ അല്ലെങ്കിൽ CCBയിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോർമേഷനാണ് കമ്മ്യൂണിസ്റ്റ് കോളനീസ് കാൾഡ് ഫലാൻസ്റ്റെയർ. ഇപ്പോൾ ഫലാൻസ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്. അപ്പോൾ അത് നമുക്ക് കൺഫ്യൂഷൻ വരാം. ഫലാൻസ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ ചാൾസ് ഫോറിയറും ഫാമിലി സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രേ ഗോഡ്വിനുമാണ്. ഈ പറഞ്ഞ 4 പോയിന്റുകളാണ് ഈ ഫ്രാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അല്ലാതെ വാരി വലിച്ചൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ചാൾസ് ഫോറിയറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ചാൾസ് ഗൈഡ്. അപ്പം കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡാണ്. അതുപോലെ നമ്മുടെ കോപ്പറേറ്റീവ് ഫ്ലാഗിനെ ഡിനോട്ട് ചെയ്തത് എങ്ങനെയാണ്? യൂണിറ്റി, ഡൈവേഴ്സിറ്റി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് 12 വിർച്യു ഓഫ് കോപ്പറേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ചൈന. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1912. ചൈനയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1912. അപ്പം ചൈനയുടെ ഫാദർ, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സൺ യാറ്റ് സെൻ ആണ്. അപ്പം ചൈനയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് 1919. ചൈനയിലെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൻ്റെ ലോക്കൽ നെയിംസ് ആണ് കമ്മ്യൂൺസ് എന്നറിയപ്പെടുന്നത്. അപ്പം ചൈനയിലെ ഫസ്റ്റ് കമ്മ്യൂണാണ് സ്പുട്നിക്. അപ്പോൾ ചൈനയിലെ കമ്മ്യൂൺസിൻ്റെ ഡെവലപ്മെൻറ്റിന് അറിയപ്പെടുന്നതാണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. നെക്സ്റ്റ് നോക്കേണ്ടത് ഇസ്രയേലാണ്. ഇസ്രയേലിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1920s. അതുപോലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ കോപ്പറേഷനാണ് അവിടെ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് റൊമാൻസ് ഓഫ് കോപ്പറേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഫാമിംഗ് ഇൻ ഇസ്രയേലാണ്. ദ ജനറൽ ഫെഡറേഷൻ ഓഫ് ലേബർ ഇൻ ഇസ്രയേൽ ഇസ് നോൺ ആസ് ഹിസ്റ്റാഡറ്റ്. അതും 1920 എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റാഡറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ടെൽ അവീവിലാണ്. ഇനി ഇസ്രയേലിലെ കളക്റ്റീവ് സെറ്റിൽമെൻറ്റ് എന്നറിയപ്പെടുന്നതാണ് കിബുട്സ്. നമുക്ക് എക്സാമിന് ചോദിക്കുകയല്ലാണ് ഇസ്രയേലിലെ കളക്റ്റീവ് സെറ്റിൽമെൻറ്റിൻ്റെ പേരാണ് എന്താണ്, അല്ലെങ്കിൽ കിബുട്സ് എവിടുത്തെ കളക്റ്റീവ് സെറ്റിൽമെൻ്റ് ആണെന്നൊക്കെ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി കിബുട്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബിലു മൂവ്മെൻറ്റ് ഇൻ 1878. കിബുട്സിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. നെക്സ്റ്റ് നോക്കേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1865. അതുപോലെ അമേരിക്കയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ആയിരിക്കുന്നത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ US വർക്കിംഗ് ആണ് 3 ടയർ സ്ട്രക്ചറിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വിച്ച് ഹാഡ് പ്യുവർലി റൂറൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ USA അറിയപ്പെടുന്നതാണ് ഇത് ബീസ് എന്നറിയപ്പെടുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഒറിജിനേറ്റഡ് ഇൻ അമേരിക്ക. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് അമേരിക്കയിലാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത് ജപ്പാനിലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ജപ്പാനാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ എന്നറിയപ്പെടുന്നത് ടോയോഹിക്കോ കഗാവയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ജാപ്പനീസ് ഗാന്ധി എന്നാണ്. അതുപോലെ പോയിനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് സൺ തൊക്കു നിനോനെയാണ്. അപ്പം ഫാദർ എന്നറിയപ്പെടുന്നത് ടോയോഹിക്കോ കഗാവയും പോയിനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് സൺ തൊക്കു നിനോനെയാണ്. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. അതുപോലെ ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദ മിഡിൽ ഓഫ് 19th century. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ അറിയപ്പെടുന്നതാണ് ലാൻഡ് ഓഫ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ ജപ്പാൻ ഈസ് 3 ടയർ. അവിടുത്തെയും എന്താണ് നമ്മുടെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് 3 ടയറിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജപ്പാനിലെ കോപ്പറേറ്റീവ് സ്ട്രക്ചറും 3 ടയറിലാണ്. ജാപ്പനീസ് സൊസൈറ്റീസ് ഫോളോഡ് ദ ലൈൻസ് ഓഫ് ഷൂൾസ് ആൻഡ് റൈഫിസൺ മോഡൽ. അപ്പം ഷൂൾസിനെ റൈഫിസൻ്റെയും അതായത് ജർമ്മൻ മോഡലാണ് അവർ എന്ത് ചെയ്യുന്നത്, ജാപ്പനീസ് സൊസൈറ്റീസിനെ അവർ ഫോളോ ചെയ്യുന്നത്. ദ കൺസപ്ഷൻ കോപ്പറേറ്റീവ്സ് അഡോപ്റ്റഡ് ബൈ ജപ്പാൻ ഫ്രം റൊക്കഡെയിൽ. അപ്പോൾ കൺസപ്ഷൻ കോപ്പറേറ്റീവ്സ് റൊക്കഡെയിൽ മോഡലും ജാപ്പനീസ് സൊസൈറ്റീസ് ആണെങ്കിൽ ഷൂൾസിൻ്റെയും റൈഫിസൻ്റെയും ബേസിൽ അല്ലെങ്കിൽ ജർമ്മനിയുടെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അത് വരുന്നത്. ഇനി ജപ്പാനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള പോയിൻ്റാണ് ഈ യൂണികോപ്പ്. അത് സ്റ്റാർട്ട് ചെയ്ത വർഷം 1961. യൂണികോപ്പ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറി വെഞ്ചേഴ്സിനെയൊക്കെയാണ്, അല്ലെങ്കിൽ എൻഗേജ് ഇൻ ഫോറിൻ ട്രേഡ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് യൂണികോപ്പ് എന്നറിയപ്പെടുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് 1961. ഇതാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു പോയിൻ്റ്. ബാക്കിയുള്ള ടേംസും കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ജാപ്പനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ നിസീക്കോ,
അതുപോലെ ജാപ്പനീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് യൂണിയന് JCCU, അതുപോലെ ഫിഷറീസ് ഫെഡറേഷന് സെഞ്ചൂറിയൻ. ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാം. നമുക്ക് മെയിനായിട്ട് ജപ്പാനിൽ നിന്ന് ചോദിക്കാറുള്ള ഈ ഒരു യൂണികോപ്പ് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ എന്തുമായിട്ടാണ്, ഏത് കൺട്രി ആയിട്ടാണ്, അല്ലെങ്കിൽ ഏത് വർഷമാണ്. മിക്കവാറും ചോദിക്കാറുള്ളത് ഏത് വർഷമാണെന്നുള്ളതാണ്. 1961 എന്ത് ചെയ്തത് യൂണികോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് നോക്കാനുള്ളതാണ് അയർലൻഡ്. അയർലൻഡിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1889 കോപ്പറേറ്റീവ് ക്രീമറീസ് അതുപോലെ സ്കിമ്മേഴ്സ് ഒക്കെ അസോസിയേറ്റഡ് വിത്ത് ഐറിഷ് കോർപ്പറേഷൻ. അഗ്രികൾച്ചർ കോർപ്പറേഷനാണ് ഇവിടെ അയർലൻഡിലും കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ഇസ്രയേലിൽ പറഞ്ഞ പോലെ തന്നെ അയർലൻഡിലും അഗ്രികൾച്ചർ കോർപ്പറേഷനാണ് കൂടുതലായിട്ടുള്ളത്. അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറാണ് ആര്? ഹൊറാസ് പ്ലാങ്കറ്റ്. ഫാദർ ഓഫ് ഐറിഷ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഹൊറാസ് പ്ലാങ്കറ്റ് ആണ്. ഫസ്റ്റ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹൊറാസ് പ്ലാങ്കറ്റ് വാസ് കൺസ്യൂമർ സ്റ്റോഴ്സ് ആണ്. ആംഗ്ലോ ഐറിഷ് അഗ്രികൾച്ചർ റിഫോമറാണ് ആര്? ഹൊറാസ് പ്ലാങ്കറ്റ് എന്നറിയപ്പെടുന്നത്. ഹി വിസിറ്റഡ് ഇന്ത്യ ഇൻ 1932 ഹൊറാസ് പ്ലാങ്കറ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ച്വറി. അതുപോലെ നോബ്ലസ് ഒബ്ലിക്യു ആണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ആരുടെ ബുക്കാണ് ചോദിച്ചിട്ട് ഈ നോബ്ലസ് ഒബ്ലിക്യു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഏതാണ് ചോദിച്ചിട്ട് നമുക്ക് വരാറുള്ളതാണ് ഏത്? നോബ്ലസ് ഒബ്ലിക്യു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് അയർലൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുള്ളത് ഒന്ന് ഈ നോബ്ലസ് ഒബ്ലിക്യുവും ഒന്ന് ഈ കോട്ടുമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് എന്താ? റഷ്യ. അപ്പോൾ റഷ്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അതുപോലെ അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ അറിയപ്പെടുന്നതാണ് കളക്റ്റീവ് ഫാംസ് എന്നാണ്. അപ്പം ഗവൺമെൻറ് ഓൺഡ് കളക്റ്റീവ് ഫാമാണ് ഏത്? ഒന്ന് സോർക്കോസി എന്നറിയപ്പെടുന്നത്. ഇനി കളക്റ്റീവ് ഫാംസിനെ റഷ്യയിൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് കോൾക്കോസ് എന്നാണ്. എന്താണ് കോൾക്കോസ്? നമുക്ക് കോൾക്കോസ് റിലേറ്റഡ് ടു വിച്ച് കൺട്രി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കോൾക്കോസ് ആണ് നമുക്ക് മെയിനായിട്ട് റഷ്യയിൽ നിന്ന് റിലേറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് കാനഡ. അപ്പോൾ ലാസ്റ്റ് കാനഡയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോറിൻ കോപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. കാനഡയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1870 കസേ പോപ്പുലറി ഈസ് അസോസിയേറ്റ് വിത്ത് കനേഡിയൻ കോപ്പറേറ്റീവ് സെക്ടർ. അപ്പോൾ കസേ പോപ്പുലറി എന്നറിയപ്പെടുന്നത് കനേഡിയൻ കോപ്പറേറ്റീവ് സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. കസേ പോപ്പുലറി ഫൗണ്ടഡ് ബൈ അൽഫോൺസ് ദസ് ജാർദിൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഇത്, ദ കോപ്പറേറ്റീവ് പീപ്പിൾസ് ബാങ്ക്. കാനഡ ഈസ് പ്രീഡോമിനൻ്റ്ലി ആൻ അഗ്രികൾച്ചർ കൺട്രി. അപ്പം കാനഡ എന്താണ്? ഇസ്രായേലിനെ പോലെ തന്നെ ഒരു അഗ്രികൾച്ചർ കൺട്രിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോറിൻ കോപ്പറേഷനിൽ പഠിക്കണം. ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ കാണിച്ചതിൽ തന്നെ. അപ്പം വാരി വലിച്ചതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ള് ചെയ്യാവുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു പോയിൻറ്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യത്തുള്ളൂ, മൈൻഡിലേക്ക് പതിയത്തുള്ളൂ.